ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യയിൽ iPhone 17 സീരീസ് പ്രീ ബുക്കിംഗ് ആരംഭിച്ചു. സെപ്റ്റംബർ 19 മുതൽ ഫോണുകളുടെ വിതരണം ആരംഭിക്കും. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇന്ത്യയിൽ പ്രീ ബുക്കിംഗ് ആരംഭിച്ചത്. ആപ്പിൾ വെബ്സൈറ്റ്, കമ്പനിയുടെ സ്റ്റോറുകൾ, റീറ്റെയിൽ സ്റ്റോറുകളായ ക്രോമ, റിലയൻസ് ഡിജിറ്റൽ, റിലയൻസ് സെയിൽസ് എന്നിവ വഴിയാണ് മുൻകൂർ ബുക്കിംഗിന് അവസരമുള്ളത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും iPhone 17 സീരീസിനായി പ്രത്യേക പേജുകളുണ്ട്. സെപ്റ്റംബർ 19 മുതൽ ഫോണുകൾ ലഭിച്ചു തുടങ്ങും. iPhone 17, iPhone 17 Pro, 17 Pro Max, iPhone Air എന്നിവയാണ് പുതിയതായി അവതരിപ്പിച്ച മോഡലുകൾ. ഇതോടൊപ്പം അവതരിപ്പിച്ച ആപ്പിൾ വാച്ച് സീരീസ് 11, അൾട്രാ 3, SE3, എയർപോഡ് Pro 3 എന്നിവയുടെ ബുക്കിംഗ് നേരത്തെ തുടങ്ങിയിരുന്നു. ആകർഷകമായ ഒട്ടേറെ ഫീച്ചറുകളുമായാണ് iPhone 17 പുറത്തിറങ്ങിയത്. iPhone 16, iPhone 16 Plus മോഡലുകളുടെ വിലയിൽ കുറവും വരുത്തിയിട്ടുണ്ട്. ആപ്പിൾ രൂപകൽപ്പന ചെയ്ത എയ്റോസ്പേസ് ഗ്രേഡ് അലൂമിനിയം അലോയിലാണ് ഐഫോണുകളുടെ ബോഡി തയ്യാറാക്കിയിരിക്കുന്നത്. ചൂട് നിയന്ത്രിക്കാൻ ഇതും സഹായകമാകും. പുതിയ സെന്റർ സ്റ്റേജ് ഫ്രണ്ട് ക്യാമറയാണ് iPhone 17 നൽകിയിരിക്കുന്നത്. ആദ്യമായി സമചതുരാകൃതിയിലുള്ള ഫ്രണ്ട് ക്യാമറ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ഉൾപ്പെടെ വിവിധ രീതികളിൽ ചിത്രങ്ങൾ പകർത്താൻ ഇതിലാവും. മികച്ച വീഡിയോകൾ എടുക്കാൻ സാധിക്കുന്ന അൾട്രാ സ്റ്റൈബ്ലൈൻഡ് 4K HDR പിന്തുണയും സെൽഫി ക്യാമറയ്ക്കുണ്ട്. നാളിതുവരെ പുറത്തിറക്കിയ ഐഫോണുകൾ ഉൾക്കൊള്ളിച്ചതിനേക്കാൾ ശേഷിയേറിയ ക്യാമറ സിസ്റ്റമാണ് iPhone 17 Pro, Pro Max മോഡലുകളിൽ പിടിപ്പിച്ചിരിക്കുന്നത്. 48 MB ഫ്യൂഷൻ മെയിൻ ക്യാമറയിൽ ഒപ്റ്റിക്കൽ ക്വാളിറ്റി 2x ടെലിഫോട്ടോ സൗകര്യം ലഭ്യമാണെന്ന് കമ്പനി പറയുന്നു. മുൻ പതിപ്പിനേക്കാൾ പുതിയ സെൻസർ 4 ഇരട്ടി കൂടുതൽ റെസല്യൂഷൻ നൽകുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തെ ആദ്യ AI മന്ത്രിയെ നിയമിച്ച് അൽബേനിയ. അകമ്പടിയും അധികാര ദുർവിനിയോഗവും ഇല്ലാത്ത മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഡിയേല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വെർച്വൽ മന്ത്രിയാണ് അൽബേനിയയിൽ അധികാരമേറ്റിരിക്കുന്നത്. ഡിയേല എന്നാണ് പേര്. വെറുതെ പ്രദർശനത്തിനു വേണ്ടിയല്ല ഈ ഉദ്യമം. അൽബേനിയൻ ഭരണകൂടം കാര്യമായി തന്നെയാണ്. രാജ്യത്തെ പൊതുഭരണ കാര്യങ്ങളും പൊതുചെലവുകളും നിരീക്ഷിക്കാനും അഴിമതി തുടച്ചു നീക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. സെപ്റ്റംബർ 11 ടിറാനയിൽ നടന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അസംബ്ലി ചടങ്ങിലാണ് AI മന്ത്രിയെ അവതരിപ്പിച്ചത്. രാജ്യത്ത് ഒരിക്കൽ ഒരു ഡിജിറ്റൽ മന്ത്രിയോ AI പ്രധാനമന്ത്രിയോ ഉണ്ടാകുമെന്ന് അൽബേനിയൻ പ്രധാനമന്ത്രി AD റാമ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നുവെങ്കിലും അത് ഇത്ര വേഗം യാഥാർത്ഥ്യമാവുമെന്ന് ആരും കരുതിയിരുന്നില്ല. അൽബേനിയൻ മന്ത്രിസഭയിലെ മനുഷ്യനല്ലാത്ത ഏക അംഗമാണ് ഇപ്പോൾ ടിയേല. ഒരു സുപ്രഭാതത്തിൽ ടിയേല മന്ത്രിക്കസേരയിൽ കയറിയിരുന്നു എന്ന് ധരിക്കരുത്. സർക്കാരിന്റെ ഡിജിറ്റൽ പോർട്ടലുകൾ വഴി പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ നൽകിവരുന്ന പൊതുപ്രവർത്തനത്തിൽ സജീവമായിരുന്നയാളാണ് ടിയേല. വോയിസ് കമാൻഡിലൂടെ ഔദ്യോഗിക സേവനങ്ങൾ ലഭ്യമാക്കാൻ ജനങ്ങൾക്ക് ടിയേല സഹായം നൽകി. മന്ത്രി എന്ന നിലയിൽ സുപ്രധാന ചുമതലകളാണ് സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്ന എല്ലാ ടെൻഡറുകളും ചെലവുകളും കമ്പനികളുടെ യോഗ്യതയും ഇനി ടിയേല പരിശോധിക്കും. ടെൻഡറുകൾക്കായി ലോകത്തെവിടെ നിന്നും യോഗ്യരായ ആളുകളെ കണ്ടെത്താനും ടിയേലയ്ക്ക് അധികാരമുണ്ട്. ടെൻഡറുകൾ നൽകുന്നതിൽ മനുഷ്യരായ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്ന മുൻവിധികളും താൽപ്പര്യങ്ങളും ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും. മാത്രമല്ല, ഈ മന്ത്രിക്ക് ശമ്പളം വേണ്ട. പോലീസിന്റെയും പട്ടാളത്തിന്റെയും അകമ്പടിയും ആവശ്യമില്ല. ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്യും. കൈക്കൂലി വാങ്ങുമെന്ന ഭയവും വേണ്ട. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഐഫോൺ ആരാധകരെ വിസ്മയിപ്പിച്ച ഡിസൈനിനു പിന്നിൽ ഇന്ത്യൻ കൈകൾ. ആപ്പിളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞ iPhone Air രൂപകൽപ്പന ചെയ്തത് അബിദുർ ചൗധരി. ആപ്പിളിന്റെ ചരിത്രത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞ ഐഫോണായ iPhone Air ഡിസൈൻ ചെയ്തത് ഇന്ത്യൻ പേരുകളുള്ള അബിദുർ ചൗധരിയാണ്. അബിദൂറിനെ കുറിച്ച് ചർച്ച ചെയ്ത് ടെക് ലോകം കഴിഞ്ഞ ചൊവ്വാഴ്ച ആപ്പിൾ അവേ ഡ്രോപ്പിംഗ് പരിപാടിയിൽ ഏറ്റവും പുതിയ iPhone 17 സീരീസ് അനാച്ഛാദനം ചെയ്തിരുന്നു. പ്രകാശനത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ മോഡലായിരുന്നു iPhone Air. ആപ്പിളിന്റെ ചരിത്രത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞ ഐഫോണാണിത്. iPhone Air രൂപകൽപ്പന ചെയ്ത വ്യക്തിയും ചർച്ചകളിൽ ഇടം നേടിക്കഴിഞ്ഞു. ടെക് ഫീമറായ ആപ്പിളിന്റെ ഇൻഡസ്ട്രിയൽ ഡിസൈനർ അബിദൂർ ചൗധരിയാണ് iPhone Air രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ പേരുകളുള്ള അബിദൂർ ചൗധരി ലണ്ടനിലാണ് ജനിച്ചത്. അബിദൂർ ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ആപ്പിൾ കമ്പനിയിൽ ഇൻഡസ്ട്രിയൽ ഡിസൈനറായി ജോലി ചെയ്യുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും തനിക്ക് ഇഷ്ടമാണെന്ന് അദ്ദേഹം പറയുന്നു. ആളുകൾക്ക് അതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ നൂതനമായ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷം ലഭിക്കുന്നതെന്നും അബിദൂർ ചൗധരി പറയുന്നു. 2019 ജനുവരിയിലാണ് അബിദൂർ ചൗധരി ആപ്പിളിൽ ചേരുന്നത്. അവിടെ അദ്ദേഹം കുബർട്ടിനോയിലും കാലിഫോർണിയയിലും ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈനറായി ജോലി ആരംഭിച്ചു. ഈ സമയത്ത് കമ്പനിക്ക് വേണ്ടി ഏറ്റവും നൂതനമായ ഉൽപ്പന്നങ്ങളിലും അബിദൂർ പ്രവർത്തിച്ചു. അതിലൊന്നാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ iPhone Air. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.